പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തന്നെ തിരുനാമം ഇന്ന് പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ നല്ല ഒരു ഐശ്വര്യമുള്ള മുഖത്തോടെ ഐശ്വര്യമായി സൂര്യനെ കാണുമ്പോൾ ദൈവസൃഷ്ടിയുടെ ആ മാഹാത്മ്യതയെക്കുറിച്ചും ദൈവം നമുക്ക് വേണ്ടുന്നതെല്ലാം നൽകി തന്ന് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആ മാഹാത്മ്യതയെക്കുറിച്ച് സന്തോഷത്തോടെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞ അരമണിക്കൂർ സമയം നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലാതാകുമ്പോൾ, ഇലക്ട്രിസിറ്റി ഇല്ലാതാകുമ്പോൾ നമുക്ക് ചൂടും വേദനയും വെള്ളത്തിൻ്റെ ദൗർലഭ്യതയും ഒപ്പം തന്നെ പ്രകാശത്തിൻ്റെ ദൗർലഭ്യതയും ഒക്കെ അനുഭവിക്കുമ്പോൾ ഇതെല്ലാം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന് അത് വറ്റിപ്പോകാത്ത സോഴ്സായിട്ട് സൂര്യനെയും ചന്ദ്രനെയും താരഗണങ്ങളെയും പ്രകൃതിയെയും ഒക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ മഹിമയും ഓർത്ത് കർത്താവിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാതം പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. പത്രോസിൻ്റെ ലേഖനം, 1-ാമത്തെ ലേഖനം, 4-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം: സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ആൻഡ് എബോവ് ഓൾ തിങ്സ് ഹാവ് എ ഫെർവനന്റ് ചാരിറ്റി എമംഗ് യുവേഴ്സെൽസ്, ഫോർ ചാരിറ്റി ഷാൽ കവർ ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ്. ഈ വചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ദൈവവചനത്തിന് മുമ്പാകെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാം. സകലത്തിനും മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. 2 വാചകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇത് സകലത്തിനു മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്ക് തമ്മിലുള്ള സ്നേഹത്തോടും ദൈവത്തോടുള്ള 2 സ്നേഹമുണ്ട്. ഒന്ന് വെർട്ടിക്കലായുള്ള, 2 തിരശ്ചീനമായത്. ലംബമായതും തിരശ്ചീനമായതും, വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമുള്ളത്. വെർട്ടിക്കലായിട്ടുള്ള സ്നേഹം ദൈവം നമ്മളോട് കാണിച്ചതും നാം ദൈവത്തെ സ്നേഹിക്കുന്നതും. തിരശ്ചീനമായത് മനുഷ്യരോടുള്ള ഉറ്റ സ്നേഹം. അതായത് ഇവിടെ പറയുന്ന സകലത്തിനു മുമ്പ് ഉറ്റ സ്നേഹമായുള്ളവരായിരിക്കും എന്ന് പറയാം. മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹമാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വാക്കുകൊണ്ട് സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഈ 2 വാക്കുകൾ, കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹം അഗാപ്പയാണ്, ആ ജീവൻ തന്ന സ്നേഹം. ആ സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നതാ. പിന്നെ നമ്മുടെ പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു കുഞ്ഞ്, ഒരു 30 വയസ്സുള്ള ഒരു മനുഷ്യൻ ഒരിക്കലേ പ്രസംഗിച്ചു കൊണ്ടിരുന്ന ഒരാളെ കുത്തി മലർത്തി 2 പേരുടെ അമ്മമാരും പിറ്റേ ദിവസം ചോറുമായിട്ട് 2 സ്ഥലത്തെത്തി. ഒരു പൊതിച്ചോറുമായിട്ട് 2 സ്ഥലത്തെത്തി. ഒരാള് ആശുപത്രിയിലെത്തി, മറ്റേയാള് ജയിലിലെത്തി. 2 പേരും എത്തിക്കഴിയുമ്പോൾ 2 പേരുടെയും കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിൻ്റെ ആ നിറം ഒന്ന, 2 പേരുടെയും ആ ഹൃദയത്തിൻ്റെ വേദന ഒന്ന, ഒഴുകുന്ന ചോര ഒന്ന. അപ്പോൾ ഈ 2 പേരും പറയുമ്പം ഒത്തിരി കുറ്റപ്പെടുത്തി അതിന് ശിക്ഷിക്കാൻ പുറപ്പെടുന്നവരെ പറയുമ്പം ഈ പെറ്റ അമ്മയുണ്ടല്ലോ, ഈ അമ്മ പറഞ്ഞു എൻ്റെ മോൻ്റെ സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാ എന്ന് പറഞ്ഞ് ഒരു ലോയറെ കണ്ടുപിടിച്ചു. ഇതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഈ അമ്മയ്ക്ക് ഒരിക്കലും മകനെ തള്ളി പറയാൻ പറ്റാത്തത് കൊണ്ട് അമ്മ പറഞ്ഞു ആ സാഹചര്യവും അതിൻ്റെ വേദനയും അമ്മയുടെ ആ മകൻ്റെ വേദനയും ഒന്ന് അളന്നെടുത്തിട്ട് അമ്മ പറഞ്ഞു ഇതിങ്ങനെ സംഭവിച്ചു. ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്, ഇവിടെ ഒരു വാചകം പറയുന്നു: സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പാപങ്ങളുടെ ബഹുത്വം ഉണ്ടെങ്കിലും പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. മറ്റേ രീതിയിൽ പറഞ്ഞാൽ ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞാൽ, പുതിയ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. ബ്ലസ്സഡ് എന്ന അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനാ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യൻ എന്നാ. അപ്പൊ ഈ ദൈവം തമ്പുരാനല്ലാതെ ലംഘനം ക്ഷമിക്കാനും പാപം മറയ്ക്കാനും കഴിയുകയില്ല. പാപം മറയ്ക്കണമെങ്കിൽ പാപം ചെയ്യാത്ത ഒരുവനായിരിക്കണം പാപം മറയ്ക്കുന്നത്. അങ്ങനെ മറയ്ക്കപ്പെട്ടതാണ് കാൽവരി ക്രൂശിൽ യേശു കർത്താവ്. ഈ കാൽവരി ക്രൂശിൽ യേശു കർത്താവ് സ്വന്തം ജീവൻ അർപ്പിച്ച് മാനവജാതിയുടെ പാപം മുഴുവൻ ചുമലിൽ ഏറ്റെടുത്ത്, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പാപം മുഴുവൻ തൻ്റെ തലമേലാക്കി നമ്മുടെ പാപം മറച്ച് എടുത്തു കളഞ്ഞ് നമ്മുടെ അകൃത്യം പോക്കി നമ്മളെ ശുദ്ധീകരിച്ച് ആ സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള വെർട്ടിക്കലായിട്ടുള്ള ആ
ആ സ്നേഹമാണ് ഇന്ന് വരെ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ സ്നേഹം. അതിന്റെ സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്നത്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നൊരു പുതിയൊരു കൽപ്പനയിൽ ആദ്യം മുതലുള്ള കൽപ്പന പുതിയതായിട്ട് ദൈവം അത് പുതുക്കി തന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പത്രോസ് ആ വചനം ആവർത്തിച്ച് പറയാം, സകലത്തിനു മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞെ, നിനക്ക് ഒന്ന് ക്ഷമിക്കാൻ, നിനക്ക് ആ വേദനയൊന്ന് മറക്കാൻ നിനക്കൊന്ന് കഴിയുമോ? ഇല്ല, നമുക്ക് കഴിയില്ല. പക്ഷേ കർത്താവ് നമ്മളോട് സ്നേഹിച്ച സ്നേഹവും കർത്താവ് നമ്മളോട് ക്ഷമിച്ച ക്ഷമയും, ലംഘനം ക്ഷമിച്ചും അകൃത്യം കണക്കിടാതെയും ഇരിക്കുന്ന മനുഷ്യൻ, പാപം മറച്ച് ലംഘനം ക്ഷമിച്ച അകൃത്യം കണക്കിടാതിരിക്കുന്ന മനുഷ്യൻ. അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യം ചെയ്യേണ്ട ഇടത്ത് കൃത്യം ചെയ്യാതെ പോയത്, അത് ക്ഷമിച്ച മനുഷ്യൻ എന്നാണ് നമ്മളെ കുറിച്ച് പറയുന്നത്. അത് ക്ഷമിച്ച മനുഷ്യർ, യഹോവ നമ്മളോട് ക്ഷമിച്ചത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വാചകം ഇങ്ങനെയുണ്ട്, യേശു പഠിപ്പിച്ച പ്രാർത്ഥനയ്ക്കകത്ത് ഒരു വാചകം ഇങ്ങനെയുണ്ട്, ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന ഇന്ന് ചൊല്ലി കേൾക്കുന്നവരും ചൊല്ലുന്നവരും അത് ഹൃദയത്തിൽ തട്ടിയാണെങ്കിൽ ഇന്ന് കുഞ്ഞെ, ഈ വചനം കേൾക്കുമ്പോൾ നീ ക്ഷമിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് മറക്കരുത്. കാരണം സ്നേഹം അത് ആ സ്നേഹം സകലത്തിന് മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചോ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ കരം, കർത്താവിന്റെ സ്നേഹം അതൊന്ന് ആസ്വദിച്ചറിയുവാൻ, കർത്താവ് നമ്മളെ തൊടുവാൻ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. സ്വർഗീയ പിതാവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായി ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. കാൽവരി ക്രൂശിൽ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി തന്ന് ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളുടെ രോഗങ്ങളെ കാൽവരി ക്രൂശിൽ ഒഴുക്കിയ യേശു കർത്താവിന്റെ സ്നേഹത്തെ കരുതലിനെ ഞങ്ങൾ ഓർക്കുന്ന പിതാവേ, സ്വർഗത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. അസാധാരണ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരുണയ്ക്കായി സ്നേഹത്തിനായി നന്ദി പറയുന്ന തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവും മഹത്വത്തോടെ നിൽക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. God bless you. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവത്തിന്റെ വിശാലമേറിയ ചെറുകടിയിൽ മറക്കപ്പെടട്ടെ. God bless you. Thank you so much.